ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിലവിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നേരെ ആശങ്കകൾ നിറഞ്ഞ സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കാത്തത് മൂലം തന്നെ വളരെ പ്രയാസമാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അനുഭവിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ ബജറ്റുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊക്കെ സന്തോഷകരമായ ഒരു വാർത്ത എത്തുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കയ്യിലെത്തും. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നുള്ള തീരുമാനമാണ് ബജറ്റിലൂടെ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ പെൻഷൻ നൽകുന്നത് 1600 രൂപയാണ്. ഈ ഒരു തുകയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം കുടിശ്ശിക കൊടുത്തു തീർക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. നിലവിൽ പെൻഷൻ 1600 രൂപ ആണ് കൊടുക്കുന്നത്. ഇതിൽ മാറ്റം ഉണ്ടാകില്ല എന്നും കുടിശ്ശിക 3200 രൂപ വരെ 45 ലക്ഷം പേർക്ക് കൊടുക്കുവാനാണ് തീരുമാനമെന്നും ബജറ്റിന്റെ ഭാഗമായി മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പ്രഖ്യാപനങ്ങൾ ഏറെ ആശ്വാസകരമാണ്. എന്നാൽ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ എല്ലാം പാഴായി പോകുമ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്ക് ആകുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. 9600 രൂപയാണ് ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക വന്നിട്ടുള്ളത്. അതിൽ 3200 രൂപ മാത്രമാണ് ഇപ്പോൾ വിതരണം ചെയ്യും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.